നമസ്കാരം. പവർ പോയിന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാജ്യത്ത് ഓരോ ദിവസവും ഇന്ധനവില കുതിച്ചുയരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞു നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഇന്ധനക്കൊള്ള തുടരുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും ഇന്ധനവില കുതിച്ചുയരുന്നു എന്നാണ് ഇന്ന് പവർ പോയിന്റ് പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മഞ്ചവിളാകം ജയൻ, CPI നേതാവും തിരുവനന്തപുരം നഗരസഭ മുൻ ഡെപ്യൂട്ടി മേയറുമായിരുന്ന അഡ്വക്കേറ്റ് രാഖി രവികുമാർ, ഒപ്പം തന്നെ BJP പ്രതിനിധീകരിച്ച് യുവമോർച്ച നേതാവ് ശ്രീ S. നന്ദു എന്നിവരാണ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്. ആദ്യം നന്ദുവിൽ നിന്ന് ഈ ചർച്ച ആരംഭിക്കുകയാണ്. നന്ദു, നമുക്കറിയാം ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് ഇന്ധനവില വർധനവ് എന്നതൊരു വാർത്ത പോലും അല്ലാതായി മാറിയിരിക്കുന്നു. കാരണം ഓരോ ദിവസവും കുതിച്ചു വരികയാണ് രാജ്യത്തെ എണ്ണവില. ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന് പോലും നമുക്കറിയില്ല. എന്ത് ന്യായീകരണമാണ് ഈ ഇന്ധനക്കൊള്ളയ്ക്ക് BJPക്ക് പറയാനുള്ളത്? ഇതിനകത്ത് താങ്കൾ ഉപയോഗിച്ചതിൽ എനിക്ക് തർക്കമുള്ള ഒന്ന് രണ്ട് വാക്കുകൾ. ഈ ഇന്ധനക്കൊള്ള എന്നൊക്കെ പറയുന്നത് ആരും ഒരു 5-6-7 വർഷം മുന്നേ എല്ലാം കൊള്ളയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു കൊള്ള നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൊള്ളയൊന്നും നടക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പേർക്കും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഇന്ധന വില വർധനവ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നമ്മൾ ഇന്ധന വില വർധനവിനെ കാണുമ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും, താങ്കൾക്കും അറിയാം, എനിക്ക് തോന്നുന്നു ഈ പാനലിരിക്കുന്ന എല്ലാവർക്കും അറിയാം, അടിസ്ഥാന വിലയേക്കാൾ കൂടുതൽ തുക വരുന്നത് ഈ സ്റ്റേറ്റും സെൻട്രലും ഷെയർ ചെയ്യുന്ന ഡ്യൂട്ടികളും അതുപോലെ തന്നെ ടാക്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ഒരു ഇച്ഛാശക്തിയോടുകൂടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തീരുമാനമെടുത്താൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി, ഞാൻ അതാണ് പറഞ്ഞത്, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ ഒരു പോയിന്റിലേക്ക് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, സ്വാഭാവികമായിട്ടും ഈ അവസരത്തിൽ ജനങ്ങളുടെ മേലിലുള്ള ഈ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് സാധിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ പോംവഴി GST എന്ന് പറയുന്ന ഒരൊറ്റ പോംവഴിയാണ്. GSTയിലേക്ക് പെട്രോളിയം പ്രോഡക്ട്സ് എന്ന് പറയുന്ന പെട്രോളും ഡീസലും ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ നിലവാരത്തിൽ GSTയിലെ ഏറ്റവും ഉയർന്ന നിരക്ക് എന്ന് പറയുന്നത് 28%. നമ്മളതിനെ 50%-ഓ 100%-ഓ ആക്കിയാൽ പോലും ഒരു 75 രൂപയ്ക്കോ 80 രൂപയ്ക്കോ രാജ്യത്ത് നമുക്ക് പെട്രോൾ ഡീസൽ വില പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് വേണ്ടത് സംസ്ഥാനങ്ങളുടെ ഒരു പിടിവാശിയുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അവരുടെ ഒരു വലിയ റവന്യൂ ആണ്. ആ റവന്യൂ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്. പക്ഷേ അതിലെല്ലാം അപ്പുറമാണ് ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളത്. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ രാഷ്ട്രീയ ഭേദമെന്നേ എല്ലാവരും തയ്യാറായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കിത് പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും. അല്ല, ഈ നികുതി ഇനത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അല്ല, കേന്ദ്ര സർക്കാരിന് കിട്ടുന്നില്ല എന്നല്ല, കേന്ദ്ര സർക്കാരിന് കിട്ടുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന് കിട്ടുന്നതിൻ്റെ നല്ലൊരു ശതമാനം വിഹിതം സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര വിഹിതം എന്നുള്ളത്, ഞാൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കേന്ദ്ര വിഹിതം എന്നുള്ള നിലയിലല്ല, മറിച്ച് മറ്റു പല ആവശ്യങ്ങൾക്കുമായി കേന്ദ്ര വിഹിതം എന്നുള്ള നിലയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കോവിഡ് മരണം സംഭവിച്ചിട്ടുള്ളവർക്കുള്ള ആശ്വാസം എന്നുള്ള നിലയിൽ, ധനസഹായം എന്നുള്ള നിലയിൽ 7500 കോടി രൂപ കേരളത്തിനടക്കം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? നമുക്കിതിന് വേറൊരു സോഴ്സ് ഇല്ലല്ലോ. ഇതെല്ലാം ഉണ്ടാവുന്നത് ഇങ്ങനെ വരുന്ന റവന്യൂ തന്നെയാണ്. ഇത് എന്തുകൊണ്ട് ഇന്ധനക്കൊള്ള എന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിലത്തെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില നമ്മൾ പരിശോധിച്ചാൽ 1 ലിറ്റർ പെട്രോളിന് 35 രൂപയ്ക്ക് താഴെയാകുന്നുള്ളൂ. നമ്മൾ എത്ര രൂപയ്ക്കാണ് പെട്രോൾ വാങ്ങുന്നത്? എത്ര രൂപയ്ക്കാണ് ഡീസൽ വാങ്ങുന്നത്? ചേട്ടാ, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അടിസ്ഥാന വിലയേക്കാൾ കൂടുതൽ നികുതികളായി മാറുന്നു എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ സമ്മതിക്കുകയാണ്, നികുതികൾ വലിയ രീതിയിൽ, അത് സംസ്ഥാനവും കേന്ദ്രവും ചുമത്തുന്ന നികുതികളാണ്. ആ 2 നികുതികളും ജനങ്ങളുടെ ഉള്ളിലേക്ക് വലിയൊരു ഭാരം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഭാരം കുറയ്ക്കുക. ആ ഭാരം കുറയ്ക്കാൻ എന്ത് ചെയ്യണം? നമുക്കൊരു കൺസോൾട്ടേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണുള്ളത്. അതെന്ന് പറയുന്നത് ഒരു GST എന്ന് പറയുന്ന ഏറ്റവും താരതമ്യേന കുറഞ്ഞ ഒരു ടാക്സിലേക്ക് കൊണ്ടുവരിക. ആ കുറഞ്ഞ ടാക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളും തീരുമാനമെടുക്കണം, ഒപ്പം കേന്ദ്ര സർക്കാർ നിലപാടെടുക്കണം. കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ ഒരു നിലപാടിലാണ്, ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഏകദേശമൊക്കെ അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എങ്കിലും ജനഹിതം എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ തലത്തിലേക്ക് വരാൻ തയ്യാറാവുന്നു. മറ്റുള്ള പാർട്ടികളും അവരുടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സഹകരണം എന്നുള്ള നിലയിലേക്ക് ആ കാര്യങ്ങളെ ആ പോയിന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ GSTയിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. സ്വാഭാവികമായിട്ടും GSTയിലേക്ക് ഈ വില നിയന്ത്രണ അധികാരം GSTയിലേക്ക് വരുന്ന സമയത്ത്, സ്വാഭാവിക ടാക്സുകൾ GSTയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ 100% ടാക്സിന് കൊടുത്താൽ പോലും, GSTയിൽ ഉൾപ്പെട്ടിട്ടുള്ള 100% ടാക്സിന് കൊടുത്താൽ പോലും ഒരു 75 രൂപയ്ക്ക് മുകളിലേക്ക് ഈ എമൗണ്ട് മാറില്ല. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് കൂടുതൽ ആശാവഹമായിട്ടുള്ള, അവർക്ക് കൂടുതൽ ആശ്വാസം
ആത്മവിശ്വാസം പകരുന്ന ഒരു നിലപാട് അതാണ്. അതിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിക്കണം. തീർച്ചയായും. അതാണ് ഞങ്ങളുടെ നിലപാട്. അഡ്വക്കേറ്റ് രാഖി രവികുമാർ, ഇവിടെ ഈ GST-യിൽ ഉൾപ്പെടുത്തുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST-യിൽ ഉൾപ്പെടുത്തുക മാത്രമാണോ ഈ വില നിയന്ത്രണം അല്ലെങ്കിൽ ഈ അമിതമായ വില പിടിച്ചു നിർത്തുന്നതിനുള്ള ഏക പോംവഴി? പുതിയൊരു തന്ത്രമായി ഇപ്പോൾ BJP-യുടെ പ്രതിനിധി ഉന്നയിച്ചിരിക്കുന്നത് GST-യിലേക്ക് കൊണ്ടുവരണമെന്നും. സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 8,000 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് നമുക്ക് ഒരു വർഷം ഉണ്ടാകാൻ പോകുന്നത്. കോവിഡ് പോലുള്ള മഹാമാരി കാരണം നമുക്കറിയാവുന്ന ഏത് മേഖലയിലും തകർന്നടിഞ്ഞ ഒരു കാലഘട്ടമാണ് ഇന്ന് ലോകമാകവേ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ലോകത്ത് സ്വാഭാവികമായും രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാരുടെ ഉദ്യമം എന്ന് പറയുന്നത് മൊത്തം ജനതയെ കൂട്ടായി കൊണ്ടുപോകണമെന്നുള്ള യാഥാർത്ഥ്യത്തോടു കൂടി ഒരുപാട് ഇളവുകൾ പ്രഖ്യാപിക്കുന്നതാണ്. സോ അത്തരത്തിലൊരു കാലത്തിലേക്ക് മാറാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ കൂടുതൽ പ്രഷറൈസേഷൻ ചെയ്യുക എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ഇപ്പോൾ ഈ GST എന്ന് പറയുന്ന ഒരു പുതിയ ഉഡായിപ്പുമായി നമ്മുടെ BJP-യുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിന് അർഹമായ വിഹിതം എത്ര നമുക്ക് എല്ലാ കാലങ്ങളിലും തരാറുണ്ട്. നമുക്കിവിടെ പ്രളയം അഭിമുഖീകരിച്ചൊരു കാലഘട്ടമുണ്ട്. അതിനെ തുടർന്ന് വന്ന നിരവധിയായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ കാലാവസ്ഥയിലെല്ലാം തന്നെ കേരളത്തെ സഹായിക്കേണ്ട ഫെഡറൽ സംവിധാനത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല. സ്വാഭാവികമായി GST വിഹിതം പോലും പലപ്പോഴും പലതവണയും ആവശ്യപ്പെടുന്നതനുസരിച്ച് ഡിമാൻഡുകൾ വരുന്നതനുസരിച്ച് മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരളം പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായി നിൽക്കുന്ന ഒന്നിൽ നന്നായി ഒരു കടിഞ്ഞാണിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ കുതന്ത്രവുമായി നിൽക്കുന്നത്. ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അവരുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ടാക്സുകൾ കുറയ്ക്കാൻ പറ്റും. നമുക്കറിയാവുന്ന രീതിയിൽ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് തീരുവയും കേന്ദ്ര സെസ്സുമായിട്ട് തന്നെ ഒരു അടിസ്ഥാന പെട്രോളിൻ്റെ വില 37.29 പൈസ മാത്രമാകുമ്പോൾ 37 രൂപ 29 പൈസ മാത്രമാകുമ്പോൾ അതിൻ്റെ അഡീഷണൽ സെസ്സും കേന്ദ്ര സെസ്സും ഒക്കെ കൂടെ ചേരുമ്പോൾ 32 രൂപ സെസ് ഇനത്തിൽ മാത്രം അവർ ആഡ് ചെയ്യണം. അതായത് 88% ടാക്സ് ഇനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വാങ്ങുന്നത്. അത് നമുക്ക് വിഹിതമായി തരുന്നു എന്നാണ്. ഒരു പൈസയാണ് വിഹിതമായി തരുന്നത്. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ കാര്യങ്ങളിലേക്ക് വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ കൂടുതൽ അല്ലെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനത്തിന് ഏറ്റവും അധികം ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമായിട്ട് ഇത്തരത്തിലുള്ള അഡ്വക്കേറ്റ് മഞ്ജുള ജയൻ, അങ്ങനെയാണോ താങ്കൾ ഇതിനെ കാണുന്നത്? ഈ GST-യിൽ ഉൾപ്പെടുത്തുക എന്നതൊരു BJP-യുടെ ഒരു പുതിയ തന്ത്രം എന്ന നിലയിലാണോ വിലയിരുത്തുന്നത്? അല്ല, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇവിടുത്തെ ഈ പെട്രോൾ ഡീസൽ വിലവർധനമെന്ന് പറയുന്നത് ഹൈക്ക് വിത്തൗട്ട് എ ബ്രേക്ക് എന്നാണ്. ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ ദിനം പ്രതി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 18 ദിവസങ്ങൾക്കുള്ളിൽ 15 ദിവസവും ഡീസലിന് വില വർദ്ധിച്ചു, 12 ദിവസവും പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചു. ഈ അടുത്ത ഒരു ദിവസം ഡീസലിന് ഒറ്റ ദിവസം 30 പൈസയും അതേപോലെ ഡീസലിന് 38 പൈസയും വില വർദ്ധിപ്പിച്ചു. നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു വിലവർദ്ധനമെന്ന് പറയുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ GST ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് യാതൊരു വിധമായി ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. 2017 58 രൂപ 28 പൈസ ആയിരുന്നു ഡീസലിനെങ്കിൽ 41 രൂപ 54 രൂപ വർദ്ധിച്ച് അത് 100 രൂപ 8 പൈസയിലേക്ക് പോയിരിക്കുകയാണ്. പെട്രോൾ ആണെങ്കിൽ 2017 66 രൂപ 93 പൈസ ആയിരുന്നത് ഇന്ന് 106 രൂപ 39 രൂപയാണെന്ന് പറഞ്ഞാൽ 40-45 രൂപ ഈ 4 വർഷം കൊണ്ട് വർദ്ധിച്ചിരിക്കുകയാണ്. സർക്കാരിന് റോളില്ലേ? എണ്ണ കമ്പനിക്കാണ് കൊടുത്തതെന്ന് ഞാൻ ചോദിക്കട്ടെ. ഇവിടെ എൻ്റെ സുഹൃത്ത് BJP-യുടെ മന്ത്രി നന്ദു പറഞ്ഞത് ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ യോജിച്ച് ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ പ്രശ്നം അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടി ചേർന്ന് അതിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ കഴിയുമോ? പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ന്യായമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇത് കൂട്ടിയാലും കുഴപ്പമില്ല, പല മാർഗങ്ങളിലൂടെ സ്റ്റേറ്റുകളിൽ എത്തുന്നു എന്നാണ്. അതാണോ മറുപടി? ശ്രീ നന്ദു തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇപ്പോൾ GST-യിൽ ഉൾപ്പെടുത്തിയാൽ തീരുന്നൊരു പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന്. അത്ര നിസ്സാരവൽക്കരിച്ച് ഈ പ്രശ്നങ്ങളിൽ നിന്ന് അങ്ങനെ അങ്ങ് ഒളിച്ചോടാൻ പറ്റുമോ ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്? കാരണം ഇവിടെ ഈ 1 ലിറ്റർ പെട്രോളിന് 33 രൂപയോളം കേന്ദ്ര സർക്കാർ നികുതി വാങ്ങുകയാണ്. അതിൽ നിന്ന് 5 രൂപ കുറച്ചാൽ പോലും ജനങ്ങൾക്ക് അത്രയും ആശ്വാസം കിട്ടും. അല്ല ചേട്ടാ, ഇതിനകത്ത് നമ്മൾ ഈ വിഷയങ്ങളെ കാണേണ്ട 2 ഡയമെൻഷനിലാണ്. അതായത് നമ്മൾ ടാക്സ് തൽക്കാലത്തേക്ക് ഒരു ഇളവ് കൊടുക്കുക എന്ന് പറയുന്നതും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടെത്തുന്നതും രണ്ടും 2 രീതിയിലാണ്. നമുക്ക് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ടാക്സ് ഇളവ് പറയാം. പക്ഷേ നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ് വേണ്ടതെങ്കിൽ അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിരിക്കണം എന്നുള്ളത്
ആണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു താൽക്കാലിക ഇളവല്ലല്ലോ, താൽക്കാലിക ആശ്വാസം അല്ലല്ലോ. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഈ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു നിൽക്കുമ്പോഴും ഇവിടെ ഇന്ധന വില കൂടുകയാണ് ഓരോ ദിവസവും. അല്ല, അതിന് ന്യായീകരണമാണുള്ളത്. ഇപ്പോഴത്തെ വിലയാണ് ഞാൻ പറഞ്ഞത്. 1 ലിറ്ററിന് 33 രൂപയോ 34 രൂപയോ വരുന്നുള്ളൂ. ആ സ്ഥലത്താണ് നമ്മൾ 100 രൂപയ്ക്ക് അധികം കൊടുത്ത് പെട്രോളും ഡീസലും ഒക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ എല്ലാം ബുദ്ധിമുട്ട് എവിടെയാണ്? ഇതിന്റെ എല്ലാം ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നികുതികളാണ്. അല്ല, ഈ നികുതി ആരാണ് ഞാൻ പറഞ്ഞത് ഒരാളുടെ മാത്രം കുറ്റമാണ് എന്നുള്ള നിലയിലല്ല ഞാൻ പറഞ്ഞത്. നികുതികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പം ചേച്ചി എന്തുകൊണ്ടാണ് വാദിച്ചത് ആ നികുതിയെല്ലാം ദേശീയ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. നമ്മൾ കേന്ദ്ര സർക്കാരിനാണ് കൂടുതൽ തുക കിട്ടുന്നതെങ്കിലും അതിൻ്റെ എല്ലാം വിഹിതം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പെട്രോളിൽ കൂടെ വരുന്നു എന്നല്ല, പെട്രോളിൻ്റെ സെസ്സായിട്ട് കൊടുക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം സൗജന്യ റേഷൻ പദ്ധതി 80 കോടി ജനങ്ങൾക്ക് കൊടുത്തത് എവിടെ നിന്നാണ് കാശ്? ഈ ഞാൻ പറയുന്ന പെട്രോൾ മാത്രം എന്നുള്ളതല്ല, ഇങ്ങനെയുള്ള വരുമാനങ്ങളാണ്. ഇപ്പോൾ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വാക്സിൻ സൗജന്യമായി കൊടുക്കുന്നു. എവിടെ നിന്നാണ് കാശ്? ഇതിന്റെ എല്ലാം സംസ്ഥാനങ്ങൾക്കും ബാധകമല്ലേ? ഞാൻ പറഞ്ഞോട്ടെ, ഈ പറയുന്ന നഷ്ടം ഇപ്പൊ സംസ്ഥാനങ്ങൾക്ക് 8,000 കോടി നഷ്ടമുണ്ടാകുമ്പോൾ കേന്ദ്രത്തിന് സ്വാഭാവികമായിട്ടും അതിൽ കൂടുതൽ നഷ്ടം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ? അപ്പോൾ ആ നഷ്ടം സഹിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയമായി മാറുന്നു. ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒരാൾ മാത്രം ബർഡൻ എടുക്കണം എന്ന് പറയുന്നത് ഏത് ന്യായം? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞത് ശരി, കേന്ദ്ര സർക്കാർ ഒരു കാര്യത്തിൽ തിരുത്താൻ തയ്യാറാണ്. ഇതിന് മുൻകൈ എടുക്കേണ്ടത് ആരാണ്? ചേട്ടാ, മുൻകൈ എടുക്കാനെന്ന് കേന്ദ്ര സർക്കാരാണോ? മുൻകൈ എടുക്കണം. കേന്ദ്ര സർക്കാർ മുൻകൈ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ടോ? GST കൗൺസിലിൽ ഈ GST ഏർപ്പെടുത്തുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ പറഞ്ഞു. ഇപ്പൊ നന്ദു തന്നെ പറഞ്ഞു, ഇപ്പൊ ഈ പെട്രോളിലൂടെ കിട്ടുന്ന നികുതി പല രീതിയിൽ ഇവിടെ ഉപയോഗിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ അവർക്കും പൈസ വേണ്ടേ? അപ്പൊ ചേട്ടൻ പറയുന്നത് നമുക്ക് പെട്രോൾ വില വർധനവ് കുറയ്ക്കുകയും വേണം, പക്ഷേ സംസ്ഥാനത്തിന് നികുതി ചോരാനും പാടില്ല. അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല. അങ്ങനെ ഒരിക്കലും ഒരു റെമഡി ഉണ്ടാവില്ല. അങ്ങനെ ഒരു റെമഡി ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് 1 ലിറ്റർ പെട്രോളിന് 33 രൂപയും ഇപ്പൊ സംസ്ഥാനത്തിന് കിട്ടുന്ന 23 രൂപയും ഒക്കെ കുറച്ചെങ്കിലും കുറച്ചാൽ അതിന് പരിഹാരമാകില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ, ഇപ്പൊ സംസ്ഥാന നികുതി എന്ന് നമ്മൾ പറയുന്നു. സംസ്ഥാന നികുതി എങ്ങനെയാണ്? അടിസ്ഥാന പെട്രോളിനാണോ സംസ്ഥാന നികുതി എടുത്തിരിക്കുന്നത്? അടിസ്ഥാന പെട്രോൾ വിലയ്ക്കാണോ സംസ്ഥാന നികുതി എടുത്തിരിക്കുന്നത്? അല്ല, പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള എമൗണ്ടിനാണ് സംസ്ഥാന നികുതി എടുക്കുന്നത്. അത് കുറയ്ക്കാമല്ലോ. ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്ന നിലപാടിൽ നിന്ന് താഴോട്ട് വരാമല്ലോ. എന്താ വരാത്തത്? അതല്ലേ നിങ്ങൾ തീവട്ടിക്കൊള്ള എന്ന് പറയുമ്പോൾ അതല്ലേ തീവട്ടിക്കൊള്ള? അടിസ്ഥാന ഒരു പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാന വിലയ്ക്ക് നമുക്ക് നികുതി എടുക്കാം. ആ പ്രോഡക്റ്റിൻ്റെ MRPയും കഴിഞ്ഞ് ഉള്ള എമൗണ്ടിന് നമ്മൾ നികുതി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാ തീവട്ടിക്കൊള്ള നടത്തുന്നത്? ചേച്ചിയിലേക്ക് പോകുന്നതിന് മുന്നേ താങ്കൾ അതൊരു പൊളിറ്റിക്കൽ ചോദ്യമായിട്ട് ചേച്ചിയെടുത്ത് പോകുന്നതിന് മുന്നേ ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഞാൻ സംസ്ഥാനങ്ങളെയും കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഒരു നേരത്തെ അദ്ദേഹം എന്നെ കളിയാക്കി, രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചാൽ എങ്ങനെയാണ് ഇതിൽ പ്രശ്നം പരിഹരിക്കുക? രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ച് പെട്രോൾ വില കുറയ്ക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. അത്രയും ഔഢ്യം എനിക്കില്ല. മറിച്ച് രാഷ്ട്രീയ പാർട്ടികളെല്ലാം, ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഒരു സംസ്ഥാനത്തല്ലേ മറ്റൊരു സംസ്ഥാനത്ത് ഭരണം നടത്തുന്നുണ്ട്. ആ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഇച്ഛാശക്തിയോടുകൂടി തീരുമാനമെടുത്താൽ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾ സഫർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അടുത്ത സൊല്യൂഷൻ കണ്ടെത്താം എന്ന നിലപാടിലേക്ക് വന്നാൽ നമുക്ക് GST കൗൺസിലിൽ ഇത് ഉൾപ്പെടുത്താൻ സാധിക്കും. GSTയിലേക്ക് ഇത് ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതിൽ നിന്നും മിനിമം ഒരു 25 രൂപ 30 രൂപ കുറച്ച് നമുക്ക് പെട്രോൾ കൊടുക്കാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ചിന്തിക്കുക എന്നതാണ്. GST നിർദ്ദേശത്തെ രാഖി ഇവിടെ വിശേഷിപ്പിച്ചത് ഒരു ഉടായ്പെന്നാണ്. അത് ഇപ്പൊ രാഖി ചേച്ചിയുടെ രാഷ്ട്രീയമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, രാഖി ചേച്ചി വളരെ ഒരു തമാശ തോന്നുന്നു. ഈ GST ആരുടെ കീഴിലാണ് വരുന്നത്? GST എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണ്. ഇത് മനസ്സിലാക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ വലിയ വരുമാനത്തെയും അതോടൊപ്പം നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലൊക്കെ പറഞ്ഞിട്ട് പോലുള്ള നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെയും നമ്മുടെ അവകാശങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള പുതിയ നയതന്ത്രങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ BJP പറയുന്ന ഈ GST. അതല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ GST എന്ന് പറയുന്ന ഒരു പ്രത്യേക ബോഡിയും GST കിട്ടുന്ന അവിടുത്തെ ഒരു ഇന്ത്യ ഒരു ടാക്സ് എന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ ഈ സംവിധാനം തന്നെ ഇന്ത്യയിൽ മുഴുവൻ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇതിന് എല്ലാ ഫണ്ടും വരണം, മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള അർഹമായ വിഹിതങ്ങൾ ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ വലിയ ഒരു പരമാർത്ഥമാണ്, പച്ചയായ പരമാർത്ഥമാണ് BJPയുടെ ഭാഗത്തുനിന്ന് ശ്രീ നന്ദു വിളിച്ചത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ നന്ദു ബാക്കിയുള്ളവരെല്ലാം ഈ കണ്ണട ചിരുട്ടാക്കരുത്, ബാക്കിയുള്ളവർ വിഡ്ഢികളാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ അമേരിക്ക യുണൈറ്റഡ് നേഷൻസിന് കൊടുക്കുന്നതല്ല GST. ഇവിടെ GSTയിലേക്ക് നിങ്ങൾ വന്നപ്പോൾ GST എന്ന് പറയുന്ന സംവിധാനം ഈ ഇന്ത്യയിൽ കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി പറഞ്ഞ എന്താ? ഒരു ഇന്ത്യ ഒരൊറ്റ ടാക്സ്. ഓക്കെ, ആ ഒരൊറ്റ ടാക്സിനകത്ത് നിന്ന് ഒഴിവാക്കി നിന്നിരുന്ന ഈ
ഈ 3 ഘടകങ്ങൾ 4-5 ഐറ്റങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അതോടൊപ്പം ഗ്യാസിൻ്റെയും ഒക്കെ വില നിർണ്ണയ അവകാശം. സ്വാഭാവികമായും അതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ടാക്സ് ഇനത്തിൽ അതിൽ നിന്ന് വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും നിങ്ങൾക്ക് പെട്രോൾ ഡീസൽ കമ്പനികളെ പിടിക്കാൻ പറ്റുന്നില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സുകൾ കുറയ്ക്കാൻ പറ്റുന്നില്ല, മറിച്ച് ഇപ്പോൾ GST സംവിധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ, നമ്മുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന പല അധികാരങ്ങളെയും നിങ്ങൾ മോഷ്ടിച്ചെടുത്തതുപോലെ തന്നെ, അല്ലെങ്കിൽ പലതരത്തിലായി പല ഘട്ടങ്ങളായി ഇല്ലാതാക്കിയതുപോലെ തന്നെ, ഇതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ അവകാശവും നമ്മളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന തെളിവാ. നമുക്ക് മനസ്സിലാക്കാം, ഈ കേരളത്തിലും ഇന്ന് നാട്ടിലെ ഒരു മനുഷ്യർക്ക് പട്ടിണിപ്പാവങ്ങളുടെ എണ്ണം ഏറ്റവും അധികം വർദ്ധിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. പോഷകാഹാരക്കുറവ് കൊണ്ട് ആൾക്കാർ മരിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. അത്തരത്തിൽ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ എണ്ണം കൂടുകയും ശതകോടീശ്വരന്മാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മുടെ ഭാരത ബന്ദ് ഉൾപ്പെടെ നടന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള എല്ലാ ഗവൺമെൻറ് സംവിധാനങ്ങളെയും വിറ്റുതുലച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു കാര്യത്തിലും പങ്കാളിത്തമില്ലാതായി എല്ലാം ഇന്ന് അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക്, കോർപ്പറേറ്റ് കമ്പനികൾക്ക് അടിയറ വെച്ചു. ഈ എണ്ണ വില നിർണ്ണയ അവകാശം കൊടുത്തതിന് ശേഷം വലുതായ ആരൊക്കെയാണ്? റിലയൻസും SRും അതോടൊപ്പം ടാറ്റോയും പെട്രോദീനും ഉൾപ്പെടെയുള്ള കമ്പനികൾ വലുതായതല്ലാതെ ഇവിടെ സാധാരണക്കാരന് എന്താ നേട്ടം ഉണ്ടായത്? സാധാരണക്കാരന് നേട്ടം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? അവൻ ദിവസവും രാവിലെ ഇറങ്ങുമ്പോൾ, പൊതുവേ നമ്മുടെ കോവിഡ് വന്നതിന് ശേഷം യാത്രക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. എന്നാൽ ഓട്ടോറിക്ഷയിൽ കയറുന്ന ഒരു ആളുടെ എണ്ണം കുറയുക മാത്രമല്ല, കാരണം സ്വകാര്യ വാഹനങ്ങളോട് എല്ലാവരും പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒഴിവാക്കിക്കൊണ്ട് സ്വകാര്യ വാഹനങ്ങളിലാണ് കോവിഡിൻ്റെ ഭയത്തിൽ പോകുന്നത്. സ്വാഭാവികമായും ഓട്ടോറിക്ഷയിൽ കയറുന്നവർ പോലും ഒന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടോ ഓടിച്ചാൽ അവന് കിട്ടേണ്ടത് പെട്രോളും ഡീസൽ, അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയാണെങ്കിൽ പെട്രോൾ, ഡീസൽ വണ്ടിയാണെങ്കിൽ ഡീസൽ വണ്ടി ഒഴിച്ചിട്ട് കിട്ടാൽ പോക്കറ്റിൽ വീട്ടു ചെലവിന് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്തിനും കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? ഇപ്പോൾ ഈ അധിക നികുതി ഒഴിവാക്കിയാൽ അത് ജനങ്ങൾക്ക് എത്ര ആശ്വാസം കിട്ടും? ഇപ്പോൾ നമ്മുടെ മുന്നിൽ മാതൃകയുണ്ടല്ലോ. ഇതിന് മുന്നിലുള്ള സർക്കാർ എത്ര തവണ അധിക നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ തൊട്ടടുത്തുള്ള സംസ്ഥാനം തമിഴ്നാട് 3 രൂപ നികുതി ഒഴിവാക്കി. അധിക നികുതിയുടെ കാര്യത്തിൽ നമ്മുടെ പിണറായി സർക്കാർ, ആദ്യത്തെ സർക്കാർ തന്നെ 31.08 അന്ന് പെട്രോളിന്റെ അധിക നികുതി ഈടാക്കിയെങ്കിൽ അത് 30 രൂപ, 1 രൂപ കുറച്ചു. സ്വാഭാവികമായി 509 കോടി രൂപയുടെ വരുമാന നഷ്ടം നമ്മൾ സഹിച്ചു. അങ്ങനെ സഹിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഇത്രയും നിങ്ങൾക്കറിയാം, കേരളത്തിൽ അനുഭവിച്ചതുപോലെ ഈ ദുരന്തങ്ങളുടെ ഒരു കാലഘട്ടം, നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ തന്നെയാണെങ്കിലും കണക്കിലെടുത്താൽ മറ്റു സംസ്ഥാനങ്ങൾ തുലവും കുറവാണെന്ന് പറയാം. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ നമുക്ക് പ്രളയ ഫണ്ട് അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടുകൾ തരിക ഇല്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള ശ്രമവും സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ട്. അപ്പൊ ഇത് കള്ളത്തരം മാത്രമല്ല, അല്ല എല്ലാ കാര്യങ്ങളിലും ഒരു രൂപ കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, 1 രൂപ കിട്ടിയില്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ആ നമ്മൾ ഇവിടെ ദുരിതം പോലെയുള്ള ഉടായ്പകളെ കൊണ്ടുവന്ന് ലൈഫ് മിഷന്റെ പേര് പറഞ്ഞ് കോടികൾ അടിച്ചുകൊണ്ട് പോകാൻ മഞ്ജുവളാകൻ ഇവിടെ യഥാർത്ഥത്തിൽ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരി ഈ വിഷയത്തിൽ നിന്ന് ബോധപൂർവം അവർ രക്ഷപ്പെടുകയാണോ? ഇവിടെ യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാർ ഓരോ ദിവസവും ദുരിതം അനുഭവിക്കുന്നു. ഇപ്പോൾ ഈ ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ അനന്തര ഫലം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഈ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് അതടക്കമുള്ള ദുരിതങ്ങൾ ജനങ്ങൾ ഇങ്ങനെ അനുദിനം അനുഭവിക്കുമ്പോൾ കേന്ദ്രവും കേരളവും പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്നു. അങ്ങനെയാണോ? ഈ ചർച്ചയിൽ നടന്നത് കണ്ടത് അതല്ലേ ശ്രീ രഞ്ജിത്ത്? ഇടതുപക്ഷം BJP ഇടതുപക്ഷത്തെ കുറ്റം പറഞ്ഞാൽ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ 1 രൂപ ടാക്സ് കുറച്ചെന്നൊക്കെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, UDF ഗവൺമെൻറ് കാലത്ത് മുഴുവൻ സംസ്ഥാന നികുതി കുറച്ച് കൊടുത്തു. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെപ്പോലെ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. രഞ്ജിത്ത് ഇവിടെ സൂചിപ്പിച്ചു, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് താഴെത്തട്ടിലാണ്. നമ്മുടെ ആട്ടോറിക്ഷക്കാരുടെയും ബൈക്ക്, പാവപ്പെട്ട കൂലിവേലക്കാർ. ഇന്ന് എല്ലാവർക്കും ഒരു കോവിഡൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു വാഹനമുണ്ട്. കാരണം ഇപ്പം യാത്രാ അസൗകര്യങ്ങൾ വന്നപ്പോൾ അതുപോലും പെട്രോൾ അടിക്കാൻ പറ്റാത്ത ആളാണ്. ഞങ്ങളൊക്കെ ഇപ്പം കാണുന്നത്, മുമ്പ് വന്ന് 1 ലിറ്റർ 2 ലിറ്റർ 3 ലിറ്റർ പെട്രോൾ അടിക്കും. ഇപ്പം ചോദിക്കുന്നത് 30 രൂപ 50 രൂപ. കാരണം അവർക്ക് അടിക്കാൻ കഴിയുന്നില്ല. അവർക്ക് വൈകുന്നേരം കിട്ടുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു വിഭാഗവും നമുക്ക് ഈ യാത്രാ ചെലവിലേക്കാണ്. ഒരു സംശയവും വേണ്ട, ഇന്നിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മുഴുവൻ സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ പോവുകയാണ്. ടാക്സ് പിടിക്കാൻ പറ്റാതെ, ആട്ടോറിക്ഷ പിടിക്കാൻ പറ്റാതെ പാവപ്പെട്ട ജനങ്ങളാണ് ഇതിൻ്റെ അവസാനത്തെ വിക്ടിം എന്ന് പറയുന്നത്. നന്ദു, ഇപ്പോൾ ഈ ഒരു കാലത്ത് BJPയുടെ ഏറ്റവും വലിയൊരു പ്രചരണായുധം എന്തായിരുന്നു എന്ന് താങ്കൾക്കും അറിയാമല്ലോ. അതായത് 2014 മുമ്പ്
പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ്, കാളവണ്ടി സമരം നടത്തി, ജയിൽ നിറയ്ക്കൽ സമരം നടത്തി, എന്തിന് ഭാരത് ബന്ദ് വരെ നടത്തി, ദേശീയ നേതാക്കളടക്കം. പക്ഷേ ഇവിടെ ഇപ്പോൾ നന്ദു സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ പെട്രോളിനെയും ഡീസലിനെയും GSTയിൽ ഉൾപ്പെടുത്തുക എന്നൊരു നിർദ്ദേശത്തിനപ്പുറം ക്രിയാത്മകമായ എന്ത് നിർദ്ദേശമാണ്, അല്ലെങ്കിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ച് സാധാരണക്കാരൻ്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? ചേട്ടാ, ഇപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം ഞാൻ നേരത്തെ തന്നെ ആദ്യം തന്നെ താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ണിൽ പൊടിയിടൽ നടത്താം. അത് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും വേണമെങ്കിൽ നടത്താം. പക്ഷേ ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു നിലപാടല്ലാതെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അതാണ് കണ്ണിൽ പൊടിയിടുന്ന നിലപാട് പലപ്പോഴും കേന്ദ്രം സ്വീകരിക്കാറുണ്ട്. എപ്പോഴും അറിയോ, അല്ല ഈ പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടില്ല. കർണാടക, ബീഹാർ, എത്രയോ സംസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കമ്പനികളിൽ അപ്പം ഇടപെടാൻ പറ്റും, അവർക്ക് വില നിർണ്ണയിക്കാൻ, അപ്പോഴേ വിലക്കയറ്റം ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റും. അല്ല, അതിനുകൂടി നന്ദു ഒരു വിശദീകരണം നൽകുമെന്ന് കരുതുകയാണ്. അതായത് ഞാൻ പറഞ്ഞത് അതാണ് പെർമനന്റ് സൊല്യൂഷനും ഒരു കണ്ണിൽ പൊടിയിടൽ സൊല്യൂഷൻ നടത്താം. പക്ഷേ ഈ കണ്ണിൽ പൊടിയിടൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ അല്ല, അതൊരു ഒരു ശരിയല്ലല്ലോ. ഞാൻ താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു, എന്റെ മറുപടി ഞാനത് പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ ഇവർ ഇടപെടുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പം നമുക്ക് ഒരു റെമഡി വേണം, ഒരു നല്ല സൊല്യൂഷൻ വേണം. ഇനി ഈ GST അല്ലാതെ ഇത് ഈ പ്രശ്നം സപ്രസ് ചെയ്യാനൊരു, അല്ലെങ്കിൽ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല നിർദ്ദേശമുണ്ട്. ഇപ്പോൾ സമരം ചെയ്യുമ്പോൾ എല്ലാവർക്കും സമരം ചെയ്യാം, ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ എല്ലാവർക്കും മുദ്രാവാക്യം വിളിക്കാം, കളിയാക്കുമ്പോൾ എല്ലാവർക്കും ചെളിവാരി എറിഞ്ഞ് കളിയാക്കാം. ഞാൻ പറഞ്ഞോട്ടെ ചെയ്യാം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം വെച്ചു, GSTയിൽ ഉൾപ്പെടുത്താം. GSTയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്ര ശതമാനം കുറച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ പറയുന്ന ആരാണെങ്കിലും, ഏത് ഇതര പാർട്ടികൾക്കും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും, അല്ലെങ്കിൽ ഏത് വ്യക്തിക്കും ഇതല്ല, ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏത് നികുതി കുറച്ച് കൊടുക്കൽ ഒരു സൊല്യൂഷൻ അല്ല. ഞാൻ അത് വീണ്ടും പറയുന്നു. ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു നികുതി കുറച്ച് കൊടുക്കൽ എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ അല്ല, പെർമനന്റ് സൊല്യൂഷൻ അല്ല. അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അതെങ്ങനെയാണ് താൽക്കാലിക ആശ്വാസം? അല്ല, അതെങ്ങനെയാണ് താൽക്കാലിക ആശ്വാസം? ചേട്ടാ, നികുതി സ്ഥിരമായി കുറച്ച് കൊടുത്താൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒരു ബോഡിക്കകത്ത് എന്തുകൊണ്ടാണ് GST ഉണ്ടാക്കിയത്? GST ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അനധികൃതമായി എല്ലാ സംസ്ഥാനങ്ങളും അതെല്ലാം അംഗീകരിക്കുന്നു. അതെല്ലാം അല്ല, ഒറ്റ കാര്യം ഇപ്പൊ ഈ GST എന്നൊരു നിർദ്ദേശം അല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുത്തുക എന്നൊരു നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വെച്ചു. പക്ഷേ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംസ്ഥാനം കേന്ദ്രത്തോട് പറഞ്ഞു. അതിനെ അഡ്രസ് ചെയ്യാൻ കേന്ദ്രം തയ്യാറായിട്ടുണ്ട്. അഡ്രസ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിനകത്ത് ഒരിക്കലും നടക്കരുത് എന്നുള്ള നിലയിലല്ല അഡ്രസ് ചെയ്യേണ്ടത്. ഒരിക്കലും നടക്കാത്തൊരു നിലപാടിൽ അവരുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്, സൊല്യൂഷൻ കേന്ദ്രം പറഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമാണ്. അവർക്കൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് 28% വന്നു കഴിഞ്ഞാൽ തീരെ ചെറുതായി പോകുമെന്ന സംസ്ഥാനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് 50% ചർച്ച വരുന്നത്. 50% വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു അതില്ല, അത് വലിയ ലോസിലേക്കും, വീണ്ടും ലോസിന്റെ ആഘാതം കുറയുന്നില്ല. അപ്പോൾ പറഞ്ഞു 100% ടാക്സ് ഇട്ട് നമുക്ക് എടുക്കാം. GSTയുടെ പരമാവധി എത്രയാണ്? 28%. അത് നമുക്ക് 100% ആക്കാം പെട്രോളിയം പ്രോഡക്ട്സിന് മാത്രം. അങ്ങനെ ഞാൻ പറഞ്ഞ സജഷൻ അല്ല. നിർമ്മല സീതാരാമൻജിയുടെ കാര്യമൊന്നും പറയണ്ട. ഈ കഴിഞ്ഞ 2 ബഡ്ജറ്റ് കൊണ്ട് കാണുന്നതാണ് ഒരു വലിയ നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുള്ള GST കൗൺസിൽ പ്രിസൈഡ് ചെയ്യുന്ന സമയത്ത് അവർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് വ്യാജമായിട്ടുള്ള പ്രചരണമാണ്. ചില കാര്യങ്ങളിൽ പ്രചരണം മാത്രമാണ്. ഞാൻ പറഞ്ഞോട്ടെ ലോകത്തൊന്നും അല്ല, കേരളത്തിലും അല്ല ജീവിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു ട്രേഡ് യൂണിയൻ പോലും ഇല്ല. ഇവിടെ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാൻ ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞത് ഇതിലും നല്ല ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഈ വിഷയം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് കൃത്യം അത് സമരം ചെയ്യുക എന്നുള്ള ഒരു ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ നികുതി കുറയ്ക്കുക? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നികുതി കുറയ്ക്കുന്ന കാര്യം നിങ്ങൾ കേന്ദ്രത്തോട് പറയുന്നു, കേന്ദ്രത്തോട് നിങ്ങൾ നികുതി കുറയ്ക്കണമെന്ന് പറയുന്നു. ശരി, ഞാൻ ആ നിർദ്ദേശം ഉൾക്കൊള്ളുമ്പോൾ തന്നെ കേന്ദ്രം നടത്തുന്നതായിട്ടുള്ള നിരവധി ഇപ്പോൾ ഈ കോവിഡ് സാഹചര്യത്തിൽ കേന്ദ്രം നേരിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, ഈ റേഷൻ കട വഴി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് 80 കോടി ജനങ്ങൾക്ക് കൊടുക്കുന്ന അന്നയോജന പറയുന്ന കാര്യമൊക്കെ മനസ്സിലായി. ഭക്ഷ്യക്കിറ്റിന്റെ കാര്യവും ഈ വാക്സിന്റെ കാര്യവും ഒക്കെ ഇവിടെ പറഞ്ഞു. പക്ഷേ ഈ കോവിഡിന്റെ ഈ പ്രതിസന്ധിയുടെ കാലത്ത്
സാധാരണക്കാർ ഉയർന്ന വില കൊടുത്ത് പെട്രോളും ഡീസലും അടിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള വിലക്കയറ്റം അവർ സഹിക്കണം. അങ്ങനെയാണോ? കോവിഡിന്റെ ഈ പ്രതിസന്ധി കാലത്ത് വളരെ വലിയ നമ്മളൊരു നികുതി ഇളവ് കൊടുക്കുകയും വളരെ വലിയൊരു ലോസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർക്കാരിന് പിടിച്ചു നിൽക്കുന്നതിനുണ്ടാവുന്ന ബാധ്യതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിപ്പോൾ സംസ്ഥാനത്തിനായാലും കേന്ദ്രത്തിനായാലും ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. പക്ഷേ നമ്മൾ ഒരാളുടെ മാത്രം പോക്കറ്റിൽ നിന്നല്ല ഈ പ്രശ്നം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കേരളം മാത്രം GST കൊണ്ടുവരണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ സംസ്ഥാനങ്ങളും വരണം, ഒരു ഏകീകൃത നിലപാടിലേക്ക് നമ്മൾ വരണം എന്ന സ്റ്റാൻഡ് എടുക്കുന്നതിൻ്റെ കാരണം തന്നെ എല്ലാവരും കൂട്ടായി നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം എന്നുള്ളതാണ്. ഇനി അങ്ങനെ കൂട്ടായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന, രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്ന് രാജ്യത്തെ മുഴുവൻ പാർട്ടികൾക്കും ഒരു നിലപാടുണ്ടാക്കി പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു നിലപാട് പ്രതിപക്ഷങ്ങൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഞങ്ങൾ സ്വാഗതം ചെയ്യും. നോക്കി, ഇതിനകത്ത് ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഈ GST എന്നുള്ള സംവിധാനത്തിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇന്ന് വരെയും സെൻട്രൽ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടില്ല. GST ഉൾപ്പെടുത്താം എന്ന് പറയുന്നു. ഇതിനകത്ത് വരുന്ന ഇപ്പൊ കേരളത്തിന് ഒരു വർഷം ഉണ്ടാവുന്ന ഇത്രയധികം നികുതി വരുമാനത്തിലുണ്ടാവുന്ന നഷ്ടം എത്രയായി നിങ്ങൾ മാറ്റും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തരാൻ പോകുന്നത്? അത്തരത്തിലൊരു വാദത്തിലേക്കോ അതിലൊരു ചർച്ച GST കൗൺസിൽ കൂടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇപ്പം നമുക്കറിയാം GST കൗൺസിലിന്റെ ഓൺലൈൻ മീറ്റിംഗുകൾ മാത്രം അല്ല, ഓൺലൈൻ മീറ്റിങ്ങുകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നൊരു ചർച്ചകളിൽ മാത്രം തുടങ്ങിയതേ ഉള്ളൂ. സ്വാഭാവികമായും ഞാൻ പറയട്ടെ, ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ വേണ്ടത് എണ്ണ കമ്പനികളുടെ ഇടപെടലും അതോടൊപ്പം തന്നെ അവരുടെ നികുതി വരുമാനത്തിൽ അല്ലെങ്കിൽ നികുതി ഇനത്തിലുള്ള കുറവുകളുമാണ് ന്യായമായ രീതിയിൽ ഇവിടെ നടത്താൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് ഈ കമ്പനികൾ അത്തരത്തിൽ ഒരു എണ്ണ കമ്പനികൾക്ക് ലാഭക്കൊതിയന്മാർക്ക് മാത്രമായി ഇത് വിട്ടുകൊടുക്കാതെ തിരിച്ച് നമുക്കിത് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ട് ഇതൊക്കെ ഇവിടെ ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നതാണ്, ഇന്ത്യ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ടാക്സ് കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല, സംസ്ഥാന ഗവൺമെന്റും തയ്യാറാകുന്നില്ല, എണ്ണ കമ്പനികളെ നിയന്ത്രിക്കാൻ തയ്യാറാകുന്നില്ല. ഇവരെ ഈ കേന്ദ്ര ഗവൺമെൻറ് GSTയുടെ പേര് പറഞ്ഞ്, സംസ്ഥാന ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങളുടെ പേര് പറഞ്ഞ് പാവപ്പെട്ട, ഞാൻ ഒരു കാര്യം പെട്ടെ രഞ്ജിത്ത്, ഞാൻ ഒരു കാര്യം നിർത്തുന്നു. ഈ രണ്ട് ഗവൺമെൻറ്റുകളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെപ്പോലെ ഈ ടാക്സ് ഒന്നും ഒഴിവാക്കാതെ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി എണ്ണ കമ്പനികൾ ഈ റേറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് ആർക്കാണ് ഗുണം ചെയ്യുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. വീണ്ടും അവസാനമായി ചോദിക്കുന്നു, ഈ സർക്കാരുകൾ ഇരയോടൊപ്പമാണോ വേട്ടക്കാരനോടൊപ്പമാണോ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇരയോടൊപ്പമാണോ ഒപ്പം വേട്ടക്കാർക്കൊപ്പമാണോ ഈ സർക്കാർ എന്ന ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമാകുന്നത്. പവർ പോയിന്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് മഞ്ചവിളാകൻ ജയൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് രാഖി രവികുമാർ, CS നന്ദു. പവർ പോയിന്റ് പൂർണ്ണമാവുകയാണ്. ജയ് ഹിന്ദ്.